Good morning. Good afternoon. Morning, One ma'am. minute. Okay, Good morning. Good afternoon, ma'am. Good Prayer afternoon. Good afternoon. Prayer ആരാണ്? മിസ്സേ ഞാൻ പാടിക്കോട്ടെ? Okay, പറഞ്ഞോ. തുടങ്ങിക്കോട്ടെ മിസ്സേ? ആടാ, പറയൂ. Hands together now I stand, and my little prayer I say, God be with me all the day. This is what I pray. Make me gentle in my way, kind in all I do and say, helping others as I may. This is what I pray. Thank you, Miss. Thank you. Good afternoon all. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? ചിൽഡ്രൻസും ഫാമിലിയും വരെ അല്ലേ പറഞ്ഞു നിർത്തിയത്? അല്ലേ? Responsibilities of home. റെസ്പോൺസിബിലിറ്റീസ് ഹോം, അതാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ? അത് എക്സ്പ്ലെയിൻ ചെയ്തില്ലല്ലോ. നമ്മള് ഒന്ന് ഡിസ്കസ് ചെയ്യുക മാത്രമല്ലേ ചെയ്തോളൂ. എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ. അതെ. എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല അല്ലെ? എന്റെ ഓർമ്മയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്നാ. നോക്കാട്ടാ, ഞാൻ ഓരോ എന്താ പറയാ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നതിൽ വീട്ടുകാരുടെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവരുടെ ഹോമില് ഡെവലപ്പ് ചെയ്യേണ്ട കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇത് നോക്കാം. എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ് ഒരു ഹോമില് ഒരു കുട്ടി ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഒക്കെയാണ് ഒരു കുട്ടീനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ വീട്ടുകാര് ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. ദ ഫാമിലി ഹാസ് ടു ടീച്ച് ചിൽഡ്രൻ എന്താണ് പോർഷൻ അല്ലേ? ഇത് എക്സ്പ്ലെയിൻ ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ എന്താ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സുകൾ എടുത്തോണ്ടിരുന്നതാണ് ചൈൽഡ് വെൽഫെയറിനെ കുറിച്ച് പറഞ്ഞത്. ചിൽഡ്രൻസും ഫാമിലിയും തമ്മിലുള്ള ആ ഒരു ഇത് പറഞ്ഞു. പിന്നെ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോം. റസീന അല്ലെ? ഒരു കുട്ടി മ്യൂട്ട് ആക്കിയിട്ടില്ല കേട്ടോ. ഒന്ന് മ്യൂട്ട് ആവണോട്ടോ, അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും ഓൾ മ്യൂട്ട് കൊടുക്കും കേട്ടോ. റസീന ഓക്കെ. അപ്പൊ നമ്മൾ ഒരു ഫാമിലി കുട്ടി എന്ത് ചെയ്യണത് വളർന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ ഹെൽത്തി ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഫാമിലിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനായിട്ട് റിലേറ്റ് ചെയ്യണ ഞാനൊരു ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമുക്ക് അതിനെ കുറിച്ച് ചെയ്യിപ്പിക്കാം കേട്ടോ. ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ച് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. പ്രിപ്പയർ ചെയ്തിട്ടില്ല എല്ലാവരും? Yes, ma'am. ഓക്കെ. ഇന്നിപ്പോ എടുക്കാൻ പോകുന്നത് നമ്മുടെ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആണ്. ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. കുറച്ച് കുട്ടികൾക്ക് എന്താണ് സ്പെഷ്യൽ നീഡ്സ് ഉണ്ടാവും. ആ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ചില കുട്ടികൾക്ക് എന്താണ് സ്പെഷ്യൽ നീഡ്സ് ഉണ്ടാവും. അവർക്ക് എന്താ പറയാ, അവർ ചിലപ്പോ ഫിസിക്കലോ മെന്റലോ ആയിട്ടുള്ള ലിമിറ്റേഷൻസ് കാരണം അവർക്ക് എന്താണ് ഒരു സ്പെഷ്യൽ കെയർ നമ്മൾ എപ്പോഴും പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനത്തെ കെയറിനെയാണ് നമ്മൾ എന്ത് പറയണത്? അങ്ങനത്തെ കെയർ പ്രൊവൈഡ് ചെയ്യേണ്ട കുട്ടികൾക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്. എന്താണ് ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്? അപ്പൊ നമ്മളുടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് 6 to 40 years കമ്പൽസറി എഡ്യൂക്കേഷൻ. എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആണ് നമ്മുടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ കമ്പൽസറി എഡ്യൂക്കേഷനിൽ ഇൻക്ലൂഡഡ് ആണ് ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ആരാണ് ഈ കുട്ടി ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്ന് പറയുന്നത്? ഇപ്പൊ എന്താണ് ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇംപേർഷന്റ്, കാഴ്ച പരിമിതിയുള്ള കുട്ടികൾ. അതേപോലെ ചിൽഡ്രൻസ് വിത്ത് ഹിയറിംഗ് ഇംപേർഷന്റ്, കേൾവി പരിമിതിയുള്ള കുട്ടികൾ. അതേപോലെ തന്നെ ചിൽഡ്രൻസ് വിത്ത് മെന്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഫേസ് ചെയ്യുന്ന കുട്ടികൾ. അപ്പൊ അവർക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഈ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്.
ഡിസേബിൾഡ് ഡിസബിലിറ്റി എന്ന് പറയാൻ പാടില്ല, സ്പെഷ്യൽ നീഡ്സ് എന്ന് തന്നെ പറയും. കാരണം ഡിസേബിൾഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അവർക്ക് എന്തോ ഒരു കുറവുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അവര് എന്താ പറയാ അങ്ങനെ പറയണ്ട. നമ്മളായാലും കുട്ടികളോട് ഡിസേബിൾഡ് പേഴ്സൺ ആണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തണ്ട. സ്പെഷ്യൽ നീഡ്സ് എന്ന് തന്നെ പറയാം. ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആണ് കുട്ടികളാണെന്ന് നമുക്കത് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷനാണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ചില ടൈമിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള സ്കൂളുകളിലായിരിക്കും ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, സാധാരണ നോർമൽ ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന അതേ സ്കൂളുകളിലായിരിക്കും ഈ ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളും പഠിക്കുന്നത്. അവരുടെ ടീച്ചിങ് സ്റ്റൈലോ അല്ലെങ്കിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യണ ആ ലിപികളോ അങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ ഒരിക്കലും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്ലാസ്സിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുക. ആ കുട്ടിക്ക് എന്ത് നീഡാണ് വേണ്ടതെന്നുള്ളത് നമ്മളാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. എന്റെ ക്ലാസ്സിൽ അങ്ങനെ ഒരു കുട്ടിയുണ്ട്, ഇപ്പൊ കാഴ്ചക്ക് ഇത്തിരി പരിമിതിയുള്ള കുട്ടിയാണ്, ഇപ്പൊ കാഴ്ച ബോർഡിലൊക്കെ എഴുതുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്ന് വിചാരിക്കും. അപ്പൊ ആ കുട്ടീനെ എന്ത് ചെയ്യുക, ഫ്രണ്ട് റോയിൽ കൊണ്ടുവന്ന് ഇരുത്താനായിട്ട് നോക്കാം. ഫ്രണ്ട് റോയിൽ എത്തുമ്പോൾ ചിലപ്പോൾ ബോർഡായിട്ട് കുറച്ചും കൂടി കാണുന്നതുകൊണ്ട് അതിന് വേഗം എന്ത് ചെയ്യാൻ പറ്റും, എഴുതിയെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നേരെ ലൈറ്റ് ബോർഡിന് നേരെ നിങ്ങളുടെ ലൈറ്റ് അടിക്കാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ നമ്മുടെ ബാക്ക് വശത്തുനിന്നായിരിക്കണം, നമ്മളെ ഇരിക്കുന്നതിന്റെ ബാക്ക് വശത്തുനിന്നായിരിക്കണം എന്ത് ചെയ്യുന്നത്, ലൈറ്റ് അടിക്കേണ്ടത്. അല്ലെങ്കിൽ സൈഡിൽ നിന്നായിരിക്കണം, രണ്ട് സൈഡ് ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നായിരിക്കണം ലൈറ്റ് വരുന്നത്. ഒരിക്കലും ഫ്രണ്ടിൽ നിന്ന് ലൈറ്റ് അടിച്ച് ആ കുട്ടിക്ക് കുറച്ചും കൂടി കാഴ്ചകൾ എന്തായിരിക്കും, ബ്ലറായിട്ടായിരിക്കും കാണുന്നത്. അങ്ങനത്തെ കാര്യങ്ങളാണ് ഒരു ടീച്ചർ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് വിഷ്വൽ ഇംപേർഷൻ ഉള്ളത് കാഴ്ച പരിമിതിയുള്ള കുട്ടികളുടെ കാര്യമുണ്ട്. ഇപ്പൊ കാഴ്ച കുറവ് എന്താണെന്ന് വെച്ചാൽ അകലെയുള്ളത് കാണാൻ പറ്റാത്ത കുട്ടികളുണ്ടാവും, അകലെയുള്ളത് ബ്ലറായിട്ട് കാണുന്ന കുട്ടികളുണ്ടാവും. അങ്ങനത്തെ കുട്ടികളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ഓരോ സിറ്റുവേഷനിലും നമ്മൾ അതനുസരിച്ച് നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടോ എന്ന് തിരിച്ചറിയുകയും അതനുസരിച്ച് പെരുമാറുകയും വേണം. അപ്പൊ പറയണം. ഓക്കെ, the compensatory education. Children who are depressed or physically or society or culture disadvantaged should be given special opportunity to improve their education accomplishment. ഇങ്ങനെ എന്തെങ്കിലും ഡിപ്രസ്ഡ് ആയിട്ട് ഫിസിക്കലി അല്ലെങ്കിൽ സൊസൈറ്റി അല്ലെങ്കിൽ കൾച്ചറലി എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉള്ള കുട്ടികളെ, ആ കുട്ടികൾക്ക് എന്ത് വേണം, സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റി വേണം. സാധാരണ കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി സ്പെഷ്യൽ ആയിട്ടുള്ള കെയർ ആയിരിക്കണം ആര് പ്രൊവൈഡ് ചെയ്യേണ്ടത്, നമ്മൾ ഓരോ ടീച്ചേഴ്സും അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അവർക്ക് എഡ്യൂക്കേഷൻ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി എന്ത് ചെയ്യണം, അവരെ കുറച്ചും കൂടി കെയർ കൊടുക്കണം. The children who need offsetting education at the preschool level are as follows. എന്തൊക്കെ എഡ്യൂക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, എങ്ങനത്തെ കാറ്റഗറീസ് ആണെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ എന്താണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്? ശാരീരികമോ സാമൂഹികമോ സാംസ്കാരികമോ ആയ പിന്നോക്ക അവസ്ഥയിലുള്ള കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ നേട്ടങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ മെച്ചപ്പെടുത്താൻ വേണ്ടി പ്രത്യേക അവസരങ്ങൾ, ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ആ ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണം. ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പരിമിതികളുള്ള കുട്ടികൾ എന്നിവ അത് വേണ്ട, പരിമിതികൾ വേണ്ട. എന്താ പറയാ, ഇങ്ങനത്തെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുക്കണം, സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. അവർ എഡ്യൂക്കേഷണൽ അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണം, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണം. അതിനെയാണ് എന്ത് പറയുന്നത്, കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എന്താണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ? നിങ്ങൾക്ക് എന്താ തോന്നിയത് ഞാൻ ഈ പറഞ്ഞിരുന്ന? എന്തെങ്കിലും സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആരാണിത്? ഓക്കെ, ആരുടെ സ്ക്രീനിൽ ഇപ്പൊ ഷെയർ ചെയ്തത്? ഇവിടെ. ഓക്കെ, അങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്ന പേരാണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ എല്ലാവർക്കും? അത്
ഓക്കെ ആണോ? മാം ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ പഠിക്കാൻ പിന്നോക്കുള്ള കുട്ടികളുള്ളേ, അവരും ഈ കാറ്റഗറിയിൽ പെടുമോ? ചിൽഡ്രൻസ് നമ്മളത് കണ്ടുപിടിക്കണം. പഠന വൈകല്യമാണോ ആ കുട്ടിക്കുള്ളതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കണ്ടുപിടിച്ച് അവർക്ക് കൂടുതൽ കെയർ കൊടുക്കണം. ഇതിപ്പോ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫിസിക്കൽ അല്ലെങ്കിൽ എന്താ പറയാ ഫിസിക്കൽ ഡിസബിലിറ്റീസിനെ കുറിച്ചാണ്. പഠിക്കാൻ പിന്നോക്കമുള്ളത് നമ്മൾ സാധാരണ യൂണിറ്റ് 8 ആണ്. പാർട്ട് 1 യൂണിറ്റ് 8 ആണ് കേട്ടോ. അഞ്ചര കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? മൺഡേയുടെ ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ബേസ്ഡ് ഫിസിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ആ കുട്ടികള് നമ്മൾ എന്തെങ്കിലും പഠിപ്പിക്കുന്നത് ഇങ്ങനെ മാറി നിൽക്കുമല്ലോ, അവർക്ക് നമ്മൾ കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്ത് നമ്മൾ അവർക്ക് എന്ത് കൊടുക്കണം, എഡ്യൂക്കേഷൻ കൂടുതൽ ശ്രദ്ധയോട് കൂടി കൊടുക്കണം. അല്ലെങ്കിൽ കൂടുതൽ കെയർ, ഒരു സ്പെഷ്യൽ കെയറോട് കൂടി അവരുടെ എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പഠന വൈകല്യങ്ങൾ ഇതിൽ തന്നെ വരും, എന്ന് വെച്ചാൽ കാറ്റഗറിയിൽ വരും. ഓക്കെ, സ്പെഷ്യൽ സ്കൂളുകള് കാര്യമല്ലേ പറയാൻ വന്നത്, ഞാനിപ്പോ പറയാം കേട്ടോ. ഓക്കെ, സ്പെഷ്യൽ സ്കൂളിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ സ്പെഷ്യൽ സ്കൂളുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും അപ്പൊ ഞാൻ കാര്യം പറയട്ടെ, ഇപ്പൊ കാഴ്ച പരിമിതിയുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കും. അപ്പൊ അവൻ ഇപ്പൊ ആദ്യം ചെറുപ്പകാലങ്ങളിലൊക്കെ സ്പെഷ്യൽ സ്കൂളിലാണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പൊ കോളേജ് എന്നൊക്കെ പറയുമ്പോഴേക്കും സ്പെഷ്യൽ സ്കൂളുകളുടെ കോളേജുകൾ കുറവാണ്, മിക്സഡ് ആണ്. എല്ലാ കഴിവുകളുള്ള കുട്ടികൾ ഒരുമിച്ചാണ് വന്നത്. ഈ സ്പെഷ്യൽ സ്കൂളിൽ പഠിച്ചു വന്ന കുട്ടികൾക്ക് അവിടെ ഉള്ളവർക്കൊക്കെ എന്താണ് ഈ ചിൽഡ്രൻസ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടികളായിരിക്കും, എന്തെങ്കിലും എന്താ പറയാ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ള കുട്ടികളായിരിക്കും അവിടെ വന്നത്. അപ്പൊ അവന് അതിൽ നിന്ന് പഠിച്ചു വരുമ്പോഴും സാധാരണ മിക്സഡ് സ്കൂളിൽ നിന്നാണ് പഠിച്ചു വന്നെങ്കിൽ അവന് പെട്ടെന്ന് അതായിട്ട് അറ്റാച്ച് ആയി പോകും. കോളേജിലൊക്കെ പോകുമ്പോ ആ സാധാരണ രീതിയിൽ അവൻ എന്ത് ചെയ്യും, അതൊക്കെ ക്യാച്ച് ചെയ്ത് അതിനോട്ട് എന്താണ് നല്ല രീതിയിലാണ് പോകും. പക്ഷെ ഈ സ്പെഷ്യൽ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റൂല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഈ മിക്സഡിലേക്ക് വരുമ്പോ ആ ഒരു എന്താ പറയാ ഒരു ഡിഫറൻസ് അവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ മെയിൻ ആയിട്ട് സ്പെഷ്യൽ സ്കൂളുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്, കൂടാണ്ട് നമ്മുടെ സാധാരണ എന്താ പറയാ സാധാരണ സ്കൂളുകളിലും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, എന്താണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ? എന്താണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ? ആരാണ് പറയണത്? മാം, അതായത് ഈ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ശാരീരികമായും മാനസികമായും വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷനെയാണ് ഈ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ? പിന്നെ അതിന്റെ ടൈപ്സുകൾ നോക്കാനുള്ളതാ, അതുകൊണ്ട് ചോദിച്ച് ക്ലിയർ ആണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ? ആദ്യം നമ്മൾ നോക്കുന്നത് ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇമ്പേർമെന്റ് ആണ്. അതില് ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളെ വിടും. ജനല കാഴ്ച നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് അവര് ജനിച്ചതിന് ശേഷം അവർക്ക് കാഴ്ചയിൽ എന്തെങ്കിലും അസുഖമൊക്കെ വന്നിട്ട് കാഴ്ച നഷ്ടപ്പെട്ടു പോണ ഒരു കേസ് ഉണ്ട്. അങ്ങനെ വരുന്ന കുട്ടികളോ അല്ലെങ്കിൽ കാഴ്ച പരിമിതി ഉള്ള കുട്ടികൾ, ചില കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ദൂരെയുള്ള കാഴ്ചകൾ കാണാനായിട്ട് പറ്റില്ല. ചില കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ അക്ഷരങ്ങൾ കാണാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ കുട്ടികൾക്കും നമ്മ എന്ത് പ്രൊവൈഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ വിഷ്വൽ ഇമ്പേർഷൻ ചിൽഡ്രൻസ് എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ കുട്ടികൾക്ക് എന്താണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഇപ്പൊ ഒട്ടും കാഴ്ചയില്ലാത്ത കുട്ടികളാണെന്ന് വിചാരിക്കും, ചിലപ്പോൾ ജന്മനാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ബാധിച്ചോ അവരുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട കുട്ടികൾക്കാണെങ്കിൽ എന്താ പറയണത്, നമ്മൾ എന്ത് കൊടുക്കും, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കും. അത് സ്പെഷ്യൽ സ്കൂളുകളിലായിരിക്കും. അവർ ഫോളോ ചെയ്യുന്ന ലിപി എങ്ങനെയായിരിക്കും, ബ്രെയിൻ ലിപി ആയിരിക്കും. അപ്പൊ എന്റെ ഒരു പരിചയത്തില് എന്റെ വീടിന്റെ അടുത്ത് ഇതേപോലെ 2 വയസ്സും 3 വയസ്സും ഉള്ളപ്പോഴാണ് നീനു എന്നാണ് ആ കുട്ടിയുടെ പേര്. അവർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അത് ഞരമ്പിന് കണ്ണിന്റെ ഇവിടുത്തെ ഞരമ്പിന് എന്തോ തകരാറ് വന്നിട്ടാണ് കാഴ്ച നഷ്ടപ്പെട്ടു പോയത്. അതിന് ഓപ്പറേഷൻ കുറെ നാൾ നടന്നു, പക്ഷെ എന്തുണ്ടായില്ല, ഫലമൊന്നും കണ്ടില്ല. പിന്നെ അവള് ആ ഒരു രീതിയിലാണ് പഠിച്ചതൊക്കെ. എന്നേക്കാളും എന്റെ സെയിം ഏജ് ആണ്, പക്ഷെ എന്നെക്കാളും 2-3 വർഷം ബാക്കാണ് അവളുടെ എന്റെ അക്കാഡമിക് ഇയർ വന്നത്. കാരണം സ്പെഷ്യൽ സ്കൂളുകളിലാണ് പഠിച്ചത്. അപ്പൊ ചെറുപ്പത്തിലെ കുറെ നാൾ സ്കൂളുകളൊന്നും പോകാണ്ട് പിന്നെ ഇതിനെ കുറിച്ച് അറിഞ്ഞാണ് അവൾ എന്ത് ചെയ്തു പഠിക്കാനായിട്ട് തുടങ്ങിയത്. അവളുടെ ബുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ ലിപിയാണ്. ഞാൻ അത് കണ്ടിട്ടുണ്ട്. ഭയങ്കര വലിയ ബുക്കാണ്. കുത്ത് അതിന്റെ അവളെ എഴുതണതൊക്കെ ആ കുത്തണ ഒരു സൂചി അങ്ങനെ ഒരു സംഭവമാണ്. അത് വെച്ചിട്ടാണ് അവൾ എഴുതുന്നത്. അപ്പൊ അതെന്ന് വെച്ചാല് കുത്തിയാണ് ഓരോ അക്ഷരങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമ്മളിപ്പോ പൈസ ഒക്കെ കൊടുക്കൂലേ,
ഇപ്പൊ പൈസ കൊടുക്കുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും അത് എത്രയുടെ നോട്ടാണെന്ന്. അതെന്തോ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നോട്ടിന്റെ ഒക്കെ സൈഡിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നത്. അവർക്ക് പഠിച്ചിട്ടുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അത്ര രൂപയുണ്ട് അവർക്ക് കറക്റ്റ് ആയിട്ട് പറയും. അതേപോലെ അവരുടെ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്മാർട്ട് വാച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവളുടെ അടുത്തേക്ക് ആരെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്മാർട്ട് വാച്ചിൽ എന്തോ പറയുമെന്ന് തോന്നുന്നു. അതേപോലെ നമ്മുടെ വോയിസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ അകലെ നിന്നിട്ട് അവളോട് സംസാരിക്കുകയാണെങ്കിൽ പോലും എന്നോട് പറയും എന്താണ് അമ്മോടെ വന്നത് എന്നൊക്കെ ക്ലിയർ ആയിട്ട് അവള് പറയും. കാരണം ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഒക്കെ അത് എന്ത് ചെയ്യും മനസ്സിലാക്കാനായിട്ടൊക്കെ പറ്റും. അതേപോലെ ഫോണ് അവള് യൂസ് ചെയ്യുന്ന ഫോണ് സ്പെഷ്യൽ ആണ്. വോയിസ് ലോക്ക് ആണ്. വോയിസ് ലോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ വോയിസ് ആണ് അവർ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതനുസരിച്ച് ഫോൺ ഓപ്പൺ ആകും. അതേപോലെ ഇന്ന ആൾക്ക് കോള് കൊടുക്കാൻ പറഞ്ഞാൽ അത് കോള് ആവും. ഇന്ന പാട്ട് വെക്കാൻ പറഞ്ഞ ഫോണിൽ ഇന്ന പാട്ട് വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാട്ട് വെക്കും. അപ്പം അങ്ങനത്തെ ആ ഫോണൊക്കെ കൊടുത്തതെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഗവൺമെന്റിന്റെ സ്കീമായിട്ട് പ്രൊവൈഡ് ചെയ്തത് അങ്ങനത്തെ ഫോണ് സ്മാർട്ട് വാച്ച് ഒക്കെ പ്രൊവൈഡ് ചെയ്തത്. അപ്പൊ ഇവളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ +2 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടെ പാസ്സായി. അതായത് +2നും സ്പെഷ്യൽ സ്കൂളുകളിൽ തന്നെ പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയത് സെന്റ് സേവിയേഴ്സിലാണ് പോയത്. സെന്റ് സേവിയേഴ്സ് ഞാനിവിടെ ആലുവ വുമൻസ് കോളേജ് ഉണ്ട്, അവിടെയാണ് BA മലയാളത്തിന് പോയത്. BA മലയാളം ഫസ്റ്റ് ഇയർ ഒക്കെ ഭയങ്കര പ്രശ്നമുണ്ട്. കാരണം ഇത്രയും നാള് സ്പെഷ്യൽ സ്കൂളിൽ പഠിച്ചിട്ട് പെട്ടെന്നൊരു മിക്സഡ് സ്കൂളിലേക്ക് വന്നപ്പോ പെൺപിള്ളേരാണെങ്കിലും അവിടെ ഉള്ളതാണെങ്കിലും എന്നാലും ഒരു ഭയങ്കര പ്രശ്നമായിരുന്നു. നമുക്കത് കൺട്രോൾ എന്താ പറയാ അവരായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട്. പിന്നെ അവർക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നില്ല. ഫ്രണ്ട്സ് ഒക്കെ ആയി കഴിഞ്ഞപ്പോ അവൾ ഓക്കെ കമ്പനിയാണ്. ഹോസ്റ്റലിലൊക്കെ നിന്ന് അവൾ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് അവളുടെ ഭയങ്കര ആഗ്രഹമാണ്. BA മലയാളം എടുത്തിട്ട് പിന്നെ ഇവരുടെ എന്തോ കോഴ്സാ ചെയ്തത്. ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് എന്താ പറയാ വിഷ്വലി ഇംപേർഷൻഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സ് എന്തോ BEd പോലത്തെ കോഴ്സാന്ന് തോന്നുന്നത്. ആ കോഴ്സ് ചെയ്തിട്ട് അവളെന്തായി ഇപ്പൊ അവള് പഠിച്ച സ്കൂളിൽ തന്നെ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കുട്ടിയുടെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താ പറയാ ചെറുപ്പത്തിലേ അത് സപ്പോർട്ട് ചെയ്തില്ല. ഫാമിലി ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഫാമിലി മെമ്പേഴ്സ് പഠിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവള് പോണ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിന്റെ അടുത്ത് വരിക വണ്ടി കൊണ്ടുവന്ന് ടൗണിലാക്കുമ്പോ അച്ഛൻ കൊണ്ടുവന്ന് ടൗണിലാക്കും. അവിടെ നിന്നാണ് വണ്ടി കയറ്റി വരുന്നത്. അപ്പൊ ആ ഫാമിലിയുടെ മാക്സിമം സപ്പോർട്ട് കൊണ്ടാണ് എന്ത് ചെയ്തത് അവൾ ആ പഠിച്ച ഒരു ലെവലിലേക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഹോസ്റ്റലിലൊക്കെ നിൽക്കണത് വീട്ടിൽ ഇയാള്. അപ്പം അവരുടെ ഹോസ്റ്റലിൽ അവരുടെ സ്കൂളിന്റെ ഹോസ്റ്റലിൽ നിന്നാ പഠിപ്പിക്കുന്നത്. ഇടയ്ക്ക് വരും കാണാനൊക്കെ പറ്റും. പിന്നെ ആളിപ്പോ നല്ല സെറ്റിലാണ്. നമ്മള് ശരിക്കും പറഞ്ഞാൽ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണാണാത്ത വ്യക്തിയാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കുറവുണ്ടെന്നോ തോന്നൂല. അത്രയ്ക്ക് നല്ല ഭംഗിയാ പെണ്ണിനെ കാണാനായിട്ട്. അതേപോലെ നന്നായിട്ട് പാട്ടൊക്കെ പാടും. അവർക്കൊക്കെ പല കഴിവുകളും ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ടെന്ന് നമ്മുടെ സ്കൂളിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം. അതൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കൂടുതലായിട്ട് അവരെ എന്ത് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ ടീച്ചേഴ്സ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഓക്കെ ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിഷ്വലി ഇംപേർഷൻഡ് ആയിട്ടുള്ള കുട്ടികൾ, കാരണം തീരെ കാഴ്ച ശക്തി ഇല്ലാത്ത കുട്ടികളല്ലാണ്ട് ഇങ്ങനത്തെ പ്രശ്നമുള്ള കുട്ടികൾ ഉണ്ടാവും. ചെറിയ കാഴ്ചക്ക് മങ്ങൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടികൾ. ഞാൻ മുമ്പ് ട്യൂഷൻ എടുക്കുമായിരുന്നു. അപ്പൊ ട്യൂഷൻ എടുക്കുമ്പോ ആ കുട്ടിയുടെ പേര് ജെറിന്നാണ്. എനിക്ക് അവൻ ട്യൂഷൻ വന്നത് ഒരു 3ാം ക്ലാസ്സിലാണ്. ഇവൻ എല്ലാ കാര്യങ്ങളും അവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇവൻ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുമ്പോ അവൻ കറക്റ്റ് ആയിട്ട് പറയും. വ്യക്തമായിട്ടൊരു ഈശോ വാസോ അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങാണ്ട് കറക്റ്റ് ആയിട്ട് വായിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ അത് പറഞ്ഞ് കേൾപ്പിച്ചിരുന്നു എനിക്ക്. പക്ഷേ അവൻ എഴുതാൻ പറയുമ്പോഴോ അതല്ലെങ്കിൽ അവരോട് സ്വന്തമായിട്ട് വായിക്കാൻ പറയുമ്പോഴോ അവൻ വായിക്കൂല. മെയിൻ ആയിട്ട് ടെസ്റ്റിലത്തെ അവൻ വായിക്കൂല. അതേപോലെ അവൻ എഴുതണത് കുറച്ച് വലുതാക്കി എഴുതണത്. അപ്പൊ അത് അവൻ വായിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നാൾ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം. ഞാൻ എഴുതുമ്പോ ചേച്ചി എനിക്ക് കാണാൻ പറ്റുള്ള ക്ലിയർ ആവണമെന്ന് പറയും. നമ്മൾ നോക്കുമ്പോ എന്താണ് നമ്മൾ നല്ല അത്യാവശ്യം ചെറുതാക്കി കാണാൻ പറ്റുന്ന ബുക്കിന്റെ ഒരു അളവിൽ എഴുതി കൊടുക്കുന്നത്. അപ്പൊ ഞാൻ നോക്കി കുറച്ച് വലുതാക്കിയിട്ട് നോക്കി. അപ്പൊ എന്താണ് അപ്പൊ അവനത് കാണാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോ എന്റെ പാരന്റ്സിനോട് പറഞ്ഞു ചേച്ചി അവന്റെ കണ്ണിന് എന്തോ പ്രശ്നമുണ്ട്, അപ്പൊ ഒന്ന് ഇത് നോക്കണോട്ടാന്ന് പറഞ്ഞു. അപ്പൊ പക്ഷെ അവരത് അത്രയും ഇതായിട്ട് എടുത്തില്ലേ, ഭയങ്കര ഇതായിട്ട് എടുത്തില്ല. കാരണം എന്താണ് ഈ കുഴപ്പമൊന്നുമില്ല അവൻ പഠിക്കണമെന്നല്ല വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. കഴിഞ്ഞ് അവരുടെ സ്കൂളിൽ ഇതേപോലൊരു ക്യാമ്പ് നടത്തി. ചില സ്കൂളുകൾ ഉണ്ടാവും അവൻ പഠിക്കുന്ന ഒരു എന്താ പറയാ കോൺവെന്റ് പോലത്തെ സ്കൂൾ. അപ്പൊ അവിടെ ഇടയ്ക്ക് ക്യാമ്പ് നടത്തിയപ്പോ ഇതേപോലെ ടെസ്റ്റ് ചെയ്തു, കണ്ണിന്റെ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോ അവന് എന്താണ് ഷോർട്ട് സൈറ്റോ എന്നുവെച്ചാൽ അടുത്തുള്ള ചെറിയ അക്ഷരമൊന്നും കാണാൻ പറ്റൂല. അങ്ങനെ അവര് എന്ത് ചെയ്തു പാരന്റ്സിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ അവരെന്ത് ചെയ്തു കണ്ണട വെച്ചു, അത്യാവശ്യം നല്ല പവറുള്ള കണ്ണട. അത് കഴിഞ്ഞതിന് ശേഷം അവൻ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. അത് വായിക്കാൻ പറയുമ്പോ കണ്ണട വെച്ചതിന് ശേഷം അവൻ വായിക്കാൻ പറയുമ്പോൾ അവൻ നല്ല സ്പീഡിൽ വായിക്കും. നമ്മളെന്താ വിചാരിച്ചത് അവൻ പഠനത്തില്
എന്താ പറയാ കുറവാണ്, അല്ലെങ്കിൽ പഠന വൈകല്യമുള്ള കുട്ടിയാണെന്നാണ് വീട്ടുകാരടക്കം എന്ത് വിചാരിച്ചത്. ഞാൻ പറഞ്ഞപ്പോ പോലും അവരെന്ത് രീതിയിൽ അതിന് കാര്യമായിട്ട് എടുത്തില്ല. കാരണം അവൻ അങ്ങനെയാണ്, ചെറുപ്പം മുതലേ പഠിക്കാൻ ഇത്തിരി സ്ലോ ആണെന്നാണ് എന്നോട് പറഞ്ഞത്. മോള് കുറച്ചുനാൾ നോക്ക്, അവൻ ചെറുപ്പത്തിലേ അങ്ങനെയായിരുന്നു, അതായിരിക്കും എന്ന് പറയാം. പക്ഷെ അപ്പോഴും അവരെന്ത് രീതിയിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നോക്കില്ല. അത് കഴിഞ്ഞ് ടീച്ചേഴ്സ് നിങ്ങൾ സ്കൂളിൽ ടെസ്റ്റ് നടത്തിയപ്പോഴാണ് ഇത് കണ്ടുപിടിക്കുകയും അതേപോലെ തന്നെ അത് കണ്ടുപിടിച്ച് കണ്ണട വെച്ചതിന് ശേഷമാണ് ആ ചെക്കൻ നല്ല രീതിയിൽ വായിക്കുക, പഠിക്കുക, അത്യാവശ്യം നല്ല സ്മാർട്ടായിട്ടോ അത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഭയങ്കരമായിട്ട് സ്മാർട്ടായി. അതേപോലെ എനിക്ക് എങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ അവൻ ബുക്ക് പിടിക്കണതില്ലേ, സാധാരണ ബുക്ക് പിള്ളേര് ഇത്രയും കുറച്ച് അകലെ വെച്ചല്ലേ പഠിക്കുന്നത്, ഇവൻ ഇങ്ങനെ വെച്ചാൽ പഠിച്ചുകൊണ്ടിരുന്നത്. കുറച്ചുകൂടെ അടുപ്പിക്കും, കാലങ്ങളോട് അടുപ്പിച്ചിട്ടായിരിക്കും പഠിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബുക്ക് എടുത്ത് നോക്കും, എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മ എന്താ വിചാരിക്കണേ, അവൻ മുഖം മറച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അവനിരുന്ന് ഉറങ്ങിയെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ എല്ലാവരും കുറച്ചും കൂടി കാണണമെങ്കിൽ കുറച്ചും കൂടെ അടുത്ത് വെക്കണം, ബുക്കൊക്കെ അക്ഷരങ്ങളൊക്കെ കുറച്ചും കൂടി കാണണമെങ്കിൽ കുറച്ചും കൂടി അടുത്ത് വെക്കണവര്. അങ്ങനെയായിരുന്നു ആ ഒരു സംഭവം. അതായത് ലൈഫിൽ എനിക്ക് എന്താ പറയാ, എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഓക്കെ ആണല്ലേ. ഇപ്പൊ മിക്ക സ്കൂളുകളിലും അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് ചെക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ കുട്ടികൾക്ക് പരിമിതി ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ നേരത്തെ ചികിത്സ തുടങ്ങുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ്. ചെറിയ പ്രായത്തിലെ ആ ഒരു കണ്ണടയ്ക്ക് ഇത്രയും ഒരു പീരീഡ് ഓഫ് ടൈമിൽ വെച്ചാൽ മതിയാവും, അത് കഴിയുമ്പോൾ അവർക്ക് അത് നോർമൽ ആവും എന്നൊക്കെ പറയും. ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നല്ല രീതിയിൽ വെക്കുകയാണെങ്കിൽ പിന്നെ അത് കുഴപ്പമുണ്ടാവില്ല, നമുക്ക് മാറ്റാനൊക്കെ പറ്റും. അത് നോക്കാം കേട്ടോ. എന്താണ് ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ്. Children are neither unsighted by birth or become blind because of various reasons. ചില കുട്ടികൾ എങ്ങനെയാണ്, ജന്മനാലെ കാഴ്ചശക്തി ഇല്ലാത്തവരായിരിക്കും. ചിലവരെന്ന് വെച്ചാൽ ചില റീസൺ കാരണം അവർക്ക് കാഴ്ചശക്തി ജനിച്ചതിന് ശേഷം നഷ്ടപ്പെട്ടു പോയവരുണ്ടാവും. This occur causes of visual deficiency are the diseases like. ഇങ്ങനത്തെ ഡിസീസ് വരുമ്പോ അവർക്ക് എന്ത് പോകുന്നുണ്ട്, കാഴ്ചശക്തി പോവാറുണ്ട്. ഏതൊക്കെ ഡിസീസാണ് നോക്കി, സ്മോൾ ബോക്സ്, മിനൈറ്റിസ്, ട്രച്ചോമ, സ്ക്രാച്ച് ഫീവർ, ബേൺസ്, കോണ്ടാക്ട് വിത്ത് ഡേഞ്ചറസ് ഓർ പോയിസണസ് കെമിക്കൽസ്. അപ്പൊ ഇല്ലേ ചില കുട്ടികൾ അറിയാണ്ടൊക്കെ ഈ കെമിക്കൽസോ പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മുടെ കണ്ണിലൊക്കെ വീഴൂലേ, അങ്ങനെയും കാഴ്ചശക്തികൾ പോവാറുണ്ട്. പിള്ളേരാണ് നമുക്ക് നമ്മുടെ വീട്ടിലായാലും നമ്മുടെ പിള്ളേരായാലും ഇങ്ങനത്തെ പോയിസണസ് ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള വസ്തുക്കളോ കുറച്ച് എന്ത് ചെയ്ത് നോക്കാം, നീക്കി വെക്കാനായിട്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്ത് ചെയ്യാം, മാറ്റി കുറച്ചും കൂടി എന്ത് ചെയ്യാനായിട്ട് അവരെ കൈയെത്താത്ത രീതിയിൽ, കുട്ടികളുടെ കൈയെത്താത്ത രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാനായിട്ട് മാറ്റി വെക്കാനായിട്ട്. ഡേഞ്ചറസ് ആയിട്ടുള്ള വസ്തുക്കളൊക്കെ എന്ത് ചെയ്യണം, കുട്ടികളുടെ അടുത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി വെക്കാനായിട്ട് മാക്സിമം നമ്മൾ പാരന്റ്സ് ശ്രമിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയാ, ചില അസുഖങ്ങൾ വരുന്നത് കൊണ്ട് നമുക്ക് എന്താണ് എന്തോരം കാഴ്ചശക്തിനെ അത് ബാധിക്കും. ഞാൻ കഥ പറയാം കേട്ടോ, ഒരു കഥയാണ് പറയണത്. ആ കഥയിലെ ആ വ്യക്തിനെ നിങ്ങൾ എല്ലാവരും കണ്ടുപിടിക്കണം. എനിക്ക് ആ നന്നായിട്ട് അറിയാം, നിങ്ങൾ ഞാൻ കഥ പറയണ ആ ഒരു വ്യക്തിനെ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പില്ലേ ഒരു കുട്ടി, ഒരു 2 വയസ്സുള്ള ഒരു പെൺകൊച്ചാണ്. ആ പെൺകൊച്ചിന്റെ ചെറുപ്പത്തിലെ ആ കൊച്ചിന് എന്ത് വന്നു, ഒരു പനി വന്നപ്പോ എല്ലാവരും വിചാരിച്ചു, ഡോക്ടർമാരടക്കം വിചാരിച്ചു ആ കുട്ടീനെ രക്ഷപ്പെടുത്താൻ പറ്റൂല. പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂമോണിയ പോലത്തെ ഒരു പനിയാണ് വന്നത്. ആ കുട്ടീനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. കുറെ നാള് നമ്മൾ എന്തെങ്കിലും ചികിത്സയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ടും ആ കുട്ടീനെ എന്ത് ചെയ്യാൻ പറ്റില്ല, രക്ഷപ്പെടുത്താനായിട്ട് പറ്റൂല എന്ന് വിചാരിച്ചു ഡോക്ടർമാർ എന്ത് എഴുതി തള്ളി. ഈ കുട്ടി ഇന്നോ നാളെയായിട്ടോ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ മരണപ്പെടും എന്ന് ഡോക്ടർമാർ വരെയും വിധി എഴുതി. അപ്പൊ എന്ത് വിചാരിച്ചു, പാരന്റ്സും അങ്ങനെ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. കാരണം എന്താണ്, ആ കുട്ടീനെ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ, അവരുടെ മോളായതുകൊണ്ട് ഭയങ്കര പ്രാർത്ഥന, ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കുട്ടീനെ. അപ്പൊ എന്താ പറയാ, അങ്ങനെ ഒരു ദിവസം ആ കുട്ടിയുടെ എന്ത് ചെയ്തു, പനി പെട്ടെന്ന് മാറും. പനി ആ കുട്ടിയിൽ നിന്ന് വിട്ടുമാറി. എല്ലാവരും എന്താ പറയാ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. കാരണം എന്താണ്, ഒരിക്കലും തിരിച്ചു കിട്ടൂല എന്ന് പറഞ്ഞ ഒരാള് ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടിയതാണ്. അപ്പം എല്ലാവരും എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് ആ ഹാപ്പിനെസ് കുറച്ച് നാളെ നീണ്ടു നിന്നുള്ളൂ. ഈ പനി പോയതിന്റെ ഒപ്പം ആ കുട്ടിയുടെ കാഴ്ചശക്തിയും അതേപോലെ തന്നെ കേൾവി ശക്തിയും എന്നേക്കുമായിട്ട് എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു പോയി. ആ പെൺകൊച്ച് വളർന്നു വലുതായി എന്താ പറയാ ഭയങ്കര വലിയൊരു നോവലിസ്റ്റ് ആയിട്ട് മാറിയിട്ടു. ആരാന്നറിയോ ആർക്കെങ്കിലും?
അതെ, ഹെലൻ കെല്ലർ. അതെ, ശരിയാട്ടോ. പഠിക്കാണ്ടായിരുന്നു ഹെലെങ്കിൽ. ഓക്കെ, നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്, മിക്കവരും പഠിച്ചിട്ടുണ്ടാവും ഹെലൻ കെല്ലറിനെ കുറിച്ച്. ഓക്കെ, അങ്ങനെ ഒരു അസുഖം വരുന്നത് കൊണ്ട് നമുക്ക് എന്താവാ, നമ്മുടെ കാഴ്ചശക്തി പാർട്ടിലി അല്ല ഫുള്ളി എന്ത് ചെയ്തു പോകാനുള്ള ചാൻസ് ഉണ്ട്, നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെയാണ് എന്ത് പറഞ്ഞത്, സ്മോൾ ബോക്സ്. ചെറുപ്പത്തിലെ എന്താ പറയാ, സ്മോൾ ബോക്സ് വസൂരിയൊക്കെ വന്നിട്ട് അവരുടെ കാഴ്ചശക്തി എന്ത് ചെയ്തു പോകാനുള്ള ചാൻസ് ഉണ്ട്, നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മെൻജൈറ്റിസ്, പിന്നെ ട്രോച്മ, അങ്ങനത്തെ ഒക്കെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാലും, അതേപോലെ ആ പനിയൊക്കെ വന്നാലും എന്താണ്, ഞാൻ പറഞ്ഞ ന്യൂമോണിയ പോലത്തെ പനിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കുട്ടികളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോകും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യം, അവളുടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞരമ്പിന്റെ എന്തോ പ്രശ്നമാണ് വന്നത്. അപ്പൊ ബ്രെയിനിലേക്കുള്ള എന്തോ കണ്ണിലേക്കുള്ള രക്തോട്ടം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട് അങ്ങനെ ഒരു അസുഖം വന്നിട്ടാണ് അവളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയത്. അപ്പൊ ഇങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ എന്ത് എഡ്യൂക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, കോമ്പൻസേറ്ററി ഓർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രെയിനെ ബാധിക്കുമെന്ന്. ഓക്കെ, the parents of the compensatory or special education is required according to the hardness of visual impairment. അപ്പൊ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, അവരുടെ വിഷ്വൽ ഇംപേർമെന്റിന്റെ ഹാർഡ്നെസ്സിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോമ്പൻസേറ്ററി ഓർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ കാഴ്ച പരിമിതിയുള്ള കുട്ടികളാണെന്ന് വിചാരിച്ചു, കുറച്ച് കാഴ്ചയൊക്കെ കാണാൻ പറ്റും. എന്താണ്, ഷോർട്ട് സൈറ്റോ ലോങ് സൈറ്റോ ഉള്ള കുട്ടികൾക്കാണെങ്കിലും സാധാരണ കുട്ടികളുടെ ഒപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അവർക്ക് വേണ്ടിയിട്ട് ചെറിയ കാര്യങ്ങളൊക്കെ മാത്രം മാറ്റം വരുത്തിയാൽ മതി, വേറെ ഒന്നും വേണ്ട വരിക. ഇപ്പൊ തീരെ ചെറിയ അക്ഷരങ്ങളൊന്നും കാണാൻ പറ്റാത്ത കുട്ടികൾക്കാണെങ്കിൽ ഒരു സ്പെഷ്യൽ ബുക്ക് അടിച്ചെടുക്കുക, കുറച്ചും കൂടി എന്ത് ചെയ്യുക, ആ സൈസ് നമ്മുടെ ടെസ്റ്റിലത്തേക്ക് ആ സാധാരണ നമ്മളിപ്പോ ഈ കാണുന്ന ഈ സൈസ് ഉണ്ടല്ലോ, ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു 12 ആണെന്ന് തോന്നുന്നുണ്ട് PDF സൈസ്. അപ്പൊ കുറച്ച് കാഴ്ച പരിമിതിയുള്ള കുട്ടിയാണെങ്കിൽ കുറച്ചൊരു 14 അല്ലെങ്കിൽ 16 എന്ത് ചെയ്യുക, ബുക്ക് പ്രിന്റ് ചെയ്യുക. അപ്പൊ അവർക്ക് കുറച്ചും കൂടി അത് വായിച്ച് പഠിക്കാനൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ എക്സാം പേപ്പർ ഒക്കെ ഉണ്ടല്ലോ, എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്പൊ കുറച്ച് വലുതാക്കി പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിക്ക് കൂടുതൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അത് നോക്കി അവനത് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സീറ്റ് അറേഞ്ച്മെന്റ് കാര്യം പറഞ്ഞു, കാഴ്ച പരിമിതിയുള്ള കുട്ടികൾ മാക്സിമം നമ്മൾ ടീച്ചേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഫ്രണ്ട് റോയിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തുക, നമ്മുടെ അടുത്ത് തന്നെ ഇരുത്താനായിട്ട് നോക്കുക. അതേപോലെ തന്നെ ബോർഡ് കാണാൻ പറ്റണില്ല എന്നൊക്കെ പറയുന്ന കുട്ടികളെ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു കുട്ടി പറയുന്നത്, ടീച്ചർ എനിക്ക് ബോർഡ് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റണില്ല. അപ്പൊ ചില പിള്ളേര് നമ്മൾ എഴുതിയിട്ട് അതെ നമ്മൾ വായിച്ച് ചെക്ക് ചെയ്യാൻ നോക്കുമല്ലോ, അപ്പൊ ഫുള്ളും എന്താണ് എഴുതി വെക്കണത്, മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ അക്ഷരത്തെറ്റുകൾ കൂടുതലാണെങ്കിൽ ബോർഡിൽ നിന്ന് നോക്കി എഴുതാനായിട്ട് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്ക് തോന്നുകയാണെങ്കിൽ, നമുക്കത് ഫീൽ ചെയ്യും, നമ്മൾ ക്ലാസ് റൂം ചെക്ക് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അവനെ കൊണ്ട് ബോർഡിലൊരു സെന്റൻസ് എഴുതിപ്പിക്കുക. നമ്മൾ എഴുതിയിട്ട് അവനെ കൊണ്ട് പുറകിൽ നിർത്തി അത് വായിച്ചു നോക്കാം, എന്നിട്ട് അവന് വായിക്കാൻ പറ്റണോ നോക്കാം. പിന്നെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ആക്കി നിർത്തി നോക്കാം. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അവനെ എങ്ങനെ കാഴ്ച പരിമിതി ഉണ്ടോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കേണ്ട ആരുടെ ഡ്യൂട്ടിയാണ്, നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. അല്ലാതെ അവനെ പിടിച്ച് തല്ലല്ല വേണ്ടത്. ചെറിയ മുമ്പൊക്കെ എങ്ങനെയായിരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നീ ബോർഡ് ഞാൻ എഴുതിയിട്ടിട്ടില്ലേ, നീ അത് എന്ത് ചെയ്യാ, എന്ത് നോക്കി എഴുതാത്തെന്ന് പറഞ്ഞ് നമ്മൾ ആട്ടിക്കൊക്കെ ചെയ്യും. അങ്ങനെയൊന്നല്ല ചെയ്യേണ്ടത്. അത് എന്തുകൊണ്ടാണ് അവൻ എഴുതാത്തത്, ബാക്കി എല്ലാ കുട്ടികളും എഴുതുമ്പോൾ അവൻ എന്തുകൊണ്ടാണ് എഴുതാത്തത് അത് കണ്ടെത്താം. കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ മാക്സിമം കാര്യങ്ങളും ഈ ബോർഡിൽ എഴുതുന്നതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് കാര്യങ്ങൾ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യാം, പ്രസന്റ് ചെയ്ത് കാണിക്കാനായിട്ട് നോക്കുക. ഇപ്പൊ മിക്ക സ്കൂളുകളിലും പ്രൊജക്ടർ ഒക്കെ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യണത്, എക്സ്പ്ലെയിൻ ചെയ്യണത്. അപ്പൊ ഈ പ്രൊജക്ടറൊക്കെ കണ്ട് കുറച്ചു നേരം നോക്കിക്കൊണ്ടിരുന്ന ഈ കാഴ്ചക്ക് ചെറിയ പരിമിതിയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് കണ്ണിന് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പൊ ഞാൻ പറയാം, ഒരു പൂവിനെ കുറിച്ചാണ് പഠിപ്പിക്കണമെന്ന് വിചാരിക്കും. പൂവിന് പടമൊക്കെ വരച്ച് ടീച്ചർ ബോർഡിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു പൂവ് വരച്ചുകൊണ്ട് വന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും കുറച്ചും കൂടി നല്ലതായിരിക്കും. പൂവിന്റെ പാട്ടൊക്കെ പഠിക്കും അല്ലെ, ഫ്ലവറിന്റെ പാർട്സ്, അതൊക്കെ അതിൽ നോക്കി പഠിക്കുക, കണ്ടു പഠിക്കുന്നത് അവർക്ക് നല്ലതായിരിക്കും. അല്ലെങ്കിൽ എല്ലാ കുട്ടികളോടും ഒരു പൂ പറിച്ചുകൊണ്ട് വരാൻ പറയാം.
ഇപ്പൊ ചെമ്പരത്തി പോവാണെങ്കിൽ അത് പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അത് നോക്കി ഓരോരുത്തരോട് ഓരോ പാർട്ടി ഇത് ഇന്ന പാർട്ടാണ് ഇത് ഇന്ന പാർട്ടാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നതിന് A4 ആപ്പിൾ എന്ന് പഠിപ്പിക്കും. അപ്പൊ എന്താണ് A4 ആപ്പിൾ എന്ന് പടം ഒരിക്കലും കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിൽ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ A4 ആപ്പിൾ പഠിപ്പിക്കുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ എന്ത് കൊണ്ടുവരാം, ഒരു ആപ്പിൾ കൊണ്ടുവന്ന് കൊടുക്കാം. അപ്പൊ അവരത് ടച്ച് ചെയ്ത് നോക്കുമ്പോ കാഴ്ച ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും അത് അവർക്ക് ടച്ച് ചെയ്ത് നോക്കി അവരതൊന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞില്ല, എന്റെ ഫ്രണ്ടിന് അവർക്ക് ഓരോ കാര്യങ്ങളും അവർക്ക് ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് എന്താണ്, അല്ലെങ്കിൽ മണത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. അത് അവർ സ്കൂളിൽ നിന്ന് അവർക്ക് അത് ട്രെയിൻ ചെയ്ത് കൊടുത്ത ഓരോ സ്റ്റേജിലൂടെ അവൾ ട്രെയിൻ ചെയ്ത് മാറ്റിയിരിക്കുന്നതാണ്. ഇന്ന കറിയാണെന്ന് അടക്കം അവൾ പറയും, ഇന്ന സാധനമാണ്, ഇന്ന വെജിറ്റബിൾ ആണ്, ഇന്ന ഫ്രൂട്ട് ആണെന്നൊക്കെ പിടിച്ചു നോക്കി ടച്ച് ചെയ്ത് നോക്കി അവൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ നമ്മളുടെ ക്ലാസ്സിൽ അങ്ങനത്തെ കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ബോർഡിലൊക്കെ എഴുതുന്നതിന് പകരമായിട്ട് കൂടുതൽ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ആക്ടിവിറ്റീസുകൾ എന്ത് ചെയ്യാൻ നോക്കാം, പ്രൊവൈഡ് ചെയ്യാനായിട്ട് നോക്കാം. എന്താ പറഞ്ഞത്, സീറ്റ് അറേഞ്ച്മെന്റിന്റെ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ കുറച്ചും കൂടി ഓറൽ ആക്ടിവിറ്റീസ് പറഞ്ഞു കൊടുക്കാനായിട്ട് നോക്കാം. കുട്ടികളെ കൊണ്ട് കൂടുതൽ എഴുതി പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ കുറച്ചും കൂടി പറയിപ്പിച്ച് പഠിപ്പിക്കാനായിട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ എക്സാം ഒക്കെ എഴുതുമ്പോൾ ആ കുട്ടികൾക്ക് സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്കാണെങ്കിൽ എക്സ്ട്രാ ടൈം പ്രൊവൈഡ് ചെയ്യാൻ നോക്കും. കാരണം ഒരുപാട് നേരം ഒരു ബുക്കിൽ നോക്കി എഴുതുമ്പോൾ അവർക്ക് കണ്ണുവേദന എടുക്കും, അതേപോലെ കണ്ണിന് വെള്ളമൊക്കെ വരും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, സ്പെഷ്യൽ നീഡാന്ന് കണ്ടെത്തിയിട്ട് അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ നോക്കാം, എക്സ്ട്രാ ടൈം ഒക്കെ പ്രൊവൈഡ് ചെയ്യും. SSLC എക്സാമിനൊക്കെ ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, എക്സ്ട്രാ ടൈം ഒക്കെ ഇപ്പൊ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബോഡിന്ന് നോക്കി എഴുതണത്, ബോർഡിന് എപ്പോഴും അല്ലെങ്കിൽ പ്രസന്റേഷൻ നോക്കി എഴുതുന്ന കാര്യങ്ങൾ ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതെന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് നോക്കാം. പിന്നെ അതേപോലെ തന്നെ എല്ലാ കുട്ടികളെയും അവരുടെ പേര് വിളിച്ചിട്ട് അഡ്രസ് ചെയ്യാനായിട്ട് നോക്കുക. അവർ വിളിക്കുമ്പോ പേര് വിളിക്കാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലര് പേര് വിളിക്കുമല്ലോ, നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. മോൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവന് മനസ്സിലാവില്ല അവനെയാണ് വിളിച്ചത്, കാരണം അവൻ എന്നാൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ മാക്സിമം ഓരോ കുട്ടികളെയും എന്ത് ചെയ്യുക, പേര് വിളിച്ച് അവരെന്ത് ചെയ്യാൻ നോക്കുക, അഡ്രസ് ചെയ്യാൻ നോക്കുക. അതുവഴി അവനെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവന് ആൻസർ എഴുന്നേറ്റ് നിന്ന് പറയാനായിട്ട് പറ്റും. പിന്നെ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കുട്ടികൾ അവനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ പേര് വെച്ചിട്ട് അവനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെന്താ പറഞ്ഞത്, കുറച്ചും കൂടി ലാർജ് സൈസിൽ പ്രിന്റ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു. എക്സ്ട്രാ ടൈം അലൗഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ അവരുടെ കയ്യിലുള്ള ഡിവൈസുകൾ ഉണ്ടാവും. ഇപ്പൊ കണ്ണടയാണെങ്കിൽ കണ്ണട, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഗ്ലാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ക്ലാസ്സിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അവരെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു നോക്കാം കേട്ടോ. The parents of these children should be give proper guidance about how to keep their eyes healthy. ഇനി നമ്മുടെ കുട്ടികൾ, ഇത് ഇത്രയും പറഞ്ഞു, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട, ടീച്ചേഴ്സ് ആയാലും പാരന്റ്സ് ആയാലും പ്രൊവൈഡ് ചെയ്യേണ്ട കുറച്ച് ഗൈഡൻസിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. പാരന്റ്സ് എന്തൊക്കെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം, അവർ കണ്ണുകൾ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്നുള്ള കാര്യം പ്രൊവൈഡ് ചെയ്യണം. കണ്ണെങ്ങനെ ഹെൽത്തി ആയിട്ട് ഇരിക്കണം. അപ്പൊ നമ്മളോട് പറയൂലേ, പാരന്റ്സ് എന്താ പറയാറ്, നമ്മളോടെല്ലാം പറയുമായിരുന്നു ക്യാരറ്റ് കഴിച്ചാൽ നല്ലതാണ്, കണ്ണിന് നല്ലതാണ്. ശരിയാണ്, നല്ലതാണ്. അതേപോലെ ഐസ് ഹെൽത്തി ആയിട്ടിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, കണ്ണില് വാഷ് ചെയ്യണം. ഒരുപാട് പച്ചവെള്ളം അല്ലെങ്കിൽ ഒരുപാട് ചൂടുവെള്ളം ഒഴിച്ചൊന്നല്ല, നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള വാട്ടറിൽ എന്ത് ചെയ്യണം, കണ്ണൊക്കെ വാഷ് ചെയ്യാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. Children should be trained to keep themselves away from the situation bad to eyes. അവരുടെ കണ്ണിന് ബാഡ് ആണെന്ന് തോന്നുന്ന സിറ്റുവേഷനിൽ നിന്ന് അവരെന്ത് ചെയ്യുക, അതിൽ നിന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞു, ഹാർംഫുൾ ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കുട്ടികളുടെ കൈ എത്തണേന്ന് ദൂരെ വയ്ക്കാം. അതേപോലെ സ്കൂളുകളിലാണെങ്കിൽ കുട്ടികളുടെ കൈ എത്തണേന് കുറച്ചും കൂടി ദൂരെയായിട്ട് അല്ലെങ്കിൽ അവരെത്താത്ത രീതിയിൽ മാറ്റി വെക്കാം. പീരിയോഡിക് ചെക്കപ്പ് സ്കൂളുകളിൽ എന്ത് കൊടുക്കാം, പീരിയോഡിക് ചെക്കപ്പുകൾ എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം. മാക്സിമം പ്രൊവൈഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാം അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിപ്പിച്ചൊരു കുട്ടീനെ, ട്യൂഷനെ പഠിപ്പിച്ച ആ കുട്ടിക്ക് സ്കൂളിൽ നിന്നാണ് അത് അവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞപ്പോ പോലും പാരന്റ്സ് വിശ്വസിച്ചില്ല. പക്ഷെ സ്കൂളിൽ അങ്ങനെ ഒരു മെഡിക്കൽ ചെക്കപ്പ് അടുത്ത് തന്നെ ഒരു 2-3 മാസത്തെ ഗ്യാപ്പില് സ്കൂളിൽ നടത്തി മെഡിക്കൽ ചെക്കപ്പ് നടത്തിയപ്പോ കുട്ടിക്ക് കാഴ്ച പരിമിതി ഉണ്ട് എന്ന് അവരുടെ പാരന്റ്സിനോട് പറഞ്ഞപ്പോഴാണ് അപ്പോഴാണ് ആ കുട്ടീനെ എന്ത് ചെയ്തത്, ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോവുകയും അതേപോലെ ഗ്ലാസ് വെക്കുകയും ചെയ്തത്. അപ്പൊ ഇങ്ങനത്തെ ചെക്കപ്പുകളൊക്കെ നടത്തുകയാണെങ്കിൽ കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്താനും നമുക്കത് മനസ്സിലാക്കാനും അവർക്ക് അതിന്റെ എന്ത് അറേഞ്ച്മെന്റ് ആണോ പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് അറേഞ്ച് ചെയ്യാനൊക്കെ പറ്റും.
ഇതാണ് ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇംപേർമെന്റിൽ എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും കാര്യങ്ങൾ, കുട്ടികൾ വിഷ്വൽ ഇംപേർഷൻഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ, അതേപോലെ എന്താ പറയാ, അവർക്ക് വേണ്ടി നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ട്, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, സൈസ് കൂട്ടുക അല്ലെങ്കിൽ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാം, അതേപോലെ സ്പെഷ്യൽ സ്കൂൾ ആണെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ലിപി ഉണ്ട്, ബ്രെയിൻ ലിപിയിലായിരിക്കും അവർ എഴുതുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയും. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാന്നുള്ളത് ഒന്ന് പറയാം. ഓക്കെ ഓക്കെ ആണ് എല്ലാവരും? മനസ്സിലായോ വിഷ്വൽ ഇംപേർമെന്റ്? ഓക്കെ, ഇനി ഓരോരുത്തരായിട്ട് പറഞ്ഞോട്ടെ. ദീപിക ആദ്യം തന്നെ പറഞ്ഞോ, മോനെന്താ മനസ്സിലായത്? മാം, വിഷ്വൽ ഇതില് നമുക്ക് ഇപ്പം പറയുന്ന പോലെ സ്കൂളില് മെഡിക്കൽ ചെക്കപ്പ് ആയിട്ട് നടത്താൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ടീച്ചേഴ്സ് തന്നെ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ, കാഴ്ചയ്ക്ക് അവർ എഴുതുന്നുണ്ടോ, നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ആണോ, അവർ എഴുതുന്നുണ്ടോ, നമ്മൾ അത് ശ്രദ്ധിക്കണം. ഇനി എങ്ങാനും അവർ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ആദ്യത്തെ കാര്യം നമ്മൾ അവനെ ഫസ്റ്റ് ബാക്ക് ബെഞ്ചിൽ ഇരിക്കുവാണെങ്കിൽ ഫസ്റ്റ് ബെഞ്ചിൽ ഇരുത്തി അവരെ നോക്കണം, അവർ നോട്ട്സ് ഒക്കെ എഴുതുന്നുണ്ടോ ഇല്ലയോ. ഇനി എഴുതുന്നില്ലെങ്കിൽ നമുക്ക് അവരുടെ പാരന്റ്സിനോട് സംസാരിച്ച് നോക്കണം എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവർ ശരിക്കും വായിക്കുന്നുണ്ടോ, വായിക്കുമ്പോ എങ്ങനെയാ അടുത്ത് വായിക്കുന്നത്, അതൊക്കെ ശ്രദ്ധിച്ചിട്ട് അവരെ തന്നെ സജസ്റ്റ് ചെയ്യണം. അപ്പൊ അവർ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോവാണെങ്കിൽ അവർക്ക് അങ്ങനെ മനസ്സിലാക്കാം. ക്യാമ്പ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വഴിയും നമുക്ക് കണ്ണിന്റെ കാഴ്ചക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ദൂരെ കാണുന്നുണ്ടോ, എങ്ങനെയാ വേണ്ടത് നോക്കിയിട്ട് അങ്ങനെ നമുക്ക് അവർക്ക് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാം. സോറി, മ്യൂട്ട് ആയിരുന്നു, എനിക്ക് മനസ്സിലായി. ഓക്കെ, ഞാൻ സംസാരിച്ചോളി. റേഞ്ചിന്റെ പ്രശ്നം കുഴപ്പമില്ല. മാം കേട്ടായിരുന്നു ഞാൻ പറഞ്ഞത്? ക്ലിയർ ആയിരുന്നു? ആദ്യം പറഞ്ഞത് ക്ലിയർ ആയിരുന്നോടാ? എനിക്ക് റേഞ്ചിന്റെ പ്രശ്നം തോന്നി, പിന്നെ ലാസ്റ്റ് ആയപ്പോ ക്ലിയർ ആവാത്ത പോലെ. നമ്മള് ട്രീറ്റ്മെന്റ് കൊടുക്കുക. എന്താണ് ഇപ്പം കാഴ്ചക്ക് കുറവാണോ, ഇപ്പം ദൂരേന്ന് കാണുമോ ഇല്ലയോ, അത് നോക്കിയിട്ട് നമുക്ക് അങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് കുറച്ചും കൂടി ശ്രദ്ധിക്കാം കുഞ്ഞുങ്ങളെ. ഓക്കെ ഓക്കെ, ഞാൻ അടുത്ത ആരാണ് പറയണത്? ഞാൻ പറയാം. സന. നമ്മള് കുട്ടികൾക്ക് ഇപ്പൊ ഇങ്ങനെ സ്പെഷ്യലായിട്ട് കാഴ്ചക്ക് കാഴ്ച ശക്തി കുറവുണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെൽഫായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ജസ്റ്റ് ബോർഡും നമ്മൾ എഴുതിയിട്ട് അവർക്കത് എഴുതാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ അത് വായിക്കാൻ കഴിയുന്നുണ്ടോ, ഓരോ ഡിസ്റ്റൻസിൽ അവരെ നിർത്തിയിട്ട് വായിക്കാൻ കഴിയുന്നുണ്ടോ നമ്മൾ സെൽഫായിട്ടൊന്ന് പഠിക്കുക. എന്നിട്ട് അവർക്ക് അതിൻ്റെതായ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പാരന്റ്സിനെ അറിയിക്കുക. അതിന് പുറമെ നമ്മൾ അവരെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ടോ, അല്ലെങ്കിൽ ഇനി കാഴ്ച ഫ്രണ്ടിൽ ഇരുന്നിട്ട് കാണുന്ന കാഴ്ചയുണ്ടാവല്ലോ, ബാക്കിൽ ഇരുന്നിട്ട് കാണുന്ന കാഴ്ചയുണ്ടല്ലോ, രണ്ട് തരല്ലേ. അത് രണ്ടും എങ്ങനെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ അതിനനുസരിച്ച് അവരുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റും അവർക്കൊരു സ്പെഷ്യൽ കെയറും നൽകുക. പിന്നെ അവർക്കിപ്പോ ഇങ്ങനെ ബോർഡിൽ വായിച്ചൊന്നും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബോർഡിൽ എഴുതുന്നതിന് പുറമെ നമ്മൾ അതൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് ക്ലാസ്സിൽ അവർക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വായിച്ചും കൂടി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളൊരു പ്രോപ്പർട്ടി കൊണ്ടുവന്നിട്ട് അവർക്ക് എല്ലാ കുട്ടികളുടെ മുമ്പിൽ അതൊക്കെ ഒന്ന് പ്രസന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഇപ്പൊ ഒരു ആപ്പിളിനെ കുറിച്ചാണ് ഒരു ഫോർ ആപ്പിളാണ് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആപ്പിൾ കൊണ്ടുവന്നിട്ട് ഓരോ കുട്ടികൾക്കും അത് കൊടുക്കുക. എന്നിട്ട് എല്ലാവരും അതൊന്ന് ടച്ച് ചെയ്ത് മനസ്സിലാക്കാൻ പറയാ. ഇനിയിപ്പോ കുട്ടികളെ കയ്യിൽ കിട്ടുമ്പോൾ അവർ കൂടുതൽ ഫീച്ചേഴ്സ് മനസ്സിലാക്കുമല്ലോ അത് നോക്കിയിട്ട്. അല്ലെങ്കിൽ അവരോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാൻ പറയാം. അപ്പൊ സെൽഫായിട്ട് ഓല് എക്സാമിൻ ചെയ്ത് പറയുകയും ചെയ്യും. ഇനി അവർക്ക് എന്തെങ്കിലും നമ്മള് ബോർഡിൽ എഴുതിയിട്ടുണ്ടോ, നമ്മൾ ദൂരെ നിന്ന് കാണിച്ചു കൊടുക്കുന്നതിലോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരോരോ സ്വന്തം കയ്യിലുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണോ അത് കാണുക ആ ഒരു ഡിസ്റ്റൻസിൽ അവർ പിടിച്ചിട്ട് മനസ്സിലാക്കും. പിന്നെ നമ്മളൊരു പ്രോപ്പർ ട്രീറ്റ്മെന്റ്
പ്രൊവൈഡ് ചെയ്യുക. കൂടുതലും നമ്മൾ സ്കൂളുകാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഹെൽത്ത് ചെക്കപ്പ് പ്രൊവൈഡ് ചെയ്യുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഇത്രയും കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്കൂളിന്റെ ചെയ്യേണ്ട കാര്യമാണ്, നല്ല കാര്യമാണ് അവർക്ക് ഒരു ഹെൽത്ത് ചെക്കപ്പ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ഒരു ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. കാരണം ഫാമിലിക്കോ അല്ലെങ്കിൽ എന്താണ് ടീച്ചേഴ്സിനോ ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം കുട്ടികൾ വിചാരിക്കും അത് അങ്ങനെയാണെന്ന്, പേരൻസ് വിചാരിക്കും കുട്ടികൾ പഠിക്കാത്തോണ്ടാണെന്ന്. ടീച്ചേഴ്സിന് ചിലപ്പം ഇത്രയും കുട്ടികളിൽ അവരെ ഐഡന്റിഫൈ ചെയ്യാനും പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഹെൽത്ത് ചെക്കപ്പ് നടക്കുമ്പോൾ അത് എന്തായാലും ഐഡന്റിഫൈ ചെയ്യുമല്ലോ. അതിലൂടെ നമുക്ക് കുട്ടികളുടെ എഡ്യൂക്കേഷൻ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. കാരണം ചെറിയ പ്രായത്തിൽ തന്നെ അത് ഐഡന്റിഫൈ ചെയ്യുമ്പോഴാണ് അതിന് എഫക്റ്റ് ഉണ്ടാവുള്ളൂ. കാരണം ചെറിയ പ്രായത്തിലാണ് നമ്മൾ ബേസിക്സ് പഠിച്ചു വരുന്നത്. അപ്പൊ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളിൽ എന്തായാലും ഹെൽത്ത് ചെക്കപ്പ് നടത്താൻ ശ്രമിക്കണം. കാരണം ചെറിയ പ്രായത്തിൽ ഇപ്പൊ ലെക്ചേഴ്സ് ഒന്നും ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത, ഇപ്പൊ ചെറുപ്പത്തിൽ ഇങ്ങനെ കാഴ്ചക്ക് കുറവുള്ള വ്യക്തികളാണ് ഐഡന്റിഫൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇപ്പൊ ലെക്ചേഴ്സിനെ പറ്റിയോ ഒന്നും ഒരു ബേസിക്സ് ഉണ്ടാവില്ല. ആ കുട്ടി വളർന്ന് വരും, ആ കുട്ടി പഠിക്കൂല എന്നുള്ള രീതിയിലായി വരും. വലിയൊരു പ്രായമായിട്ടേക്കാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. പക്ഷെ ആ ഒരു ടൈം ആകുമ്പോഴത്തേന് നമുക്ക് എഡ്യൂക്കേഷന്റെ ഒരു ബേസിക് നഷ്ടപ്പെട്ടു. അപ്പൊ ആ കുട്ടികളുടെ എഡ്യൂക്കേഷൻ അവിടെ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഒരു ഹെൽത്ത് ചെക്കപ്പ് നടത്താൻ ബേസിക് ആയിട്ട് എല്ലാ സ്കൂളും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ ടീച്ചേഴ്സ്മാരും മാക്സിമം ഒന്ന് കുട്ടികളെ എല്ലാവരെയും ഒന്ന് മനസ്സിലാക്കാനും ചെയ്യുന്നത് നല്ലതായിരിക്കും. നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ? ഇനി ആരാ പറയണത്? മാം, പറഞ്ഞോളാം. ഞാനൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. ഞാൻ 4th സ്റ്റാൻഡേർഡ് മുതൽ സ്പെക്സ് വെച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതിപ്പോൾ 4th സ്റ്റാൻഡേർഡ് വരെ ഒരുവിധം നന്നായി പഠിക്കും. പക്ഷെ ബോർഡിൽ ഇത് പറഞ്ഞ പോലെ ബോർഡിൽ നമുക്ക് എഴുതുന്നത് ക്ലിയർ അല്ലായിരുന്നു. അപ്പോൾ നോട്ട് എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ നന്നായി പഠിക്കും, എല്ലാം മനസ്സിലാവും, ക്ലാസ് ശ്രദ്ധിക്കും. പക്ഷെ ബോർഡിൽ ഇപ്പം മിഡ് ടൈം എക്സാം ഒക്കെ ആകുമ്പോൾ നമ്മൾ ടീച്ചേഴ്സ് ബോർഡിലാണ് ക്വസ്റ്റ്യൻസ് എഴുതിയിടുക. ഞാൻ എല്ലാം പഠിച്ചു വന്നിട്ടുണ്ടാവും, പക്ഷെ ബോർഡിൽ എഴുതിയത് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ പോലും വായിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഇതൊന്നും ഞാൻ ആരുമായിട്ട് ഷെയർ ചെയ്തതിൽ ആർക്കും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിരുന്നില്ല. അതിപ്പം വീട്ടിലാണെങ്കിലും ടി വി വെച്ച് നമ്മൾ മുന്നിൽ പോയിരിക്കും. എനിക്ക് കാണാഞ്ഞിട്ടാണ് മുന്നിൽ പോയിരിക്കണേ, പക്ഷെ അത് ആർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പം നമ്മൾ ടി വിയിൽ എഴുതുന്നത് കൂടി നമുക്ക് കാണാൻ പറ്റിയിരുന്നില്ല. പക്ഷെ എപ്പോഴും ടി വിയുടെ മുന്നിലാണ് പോയിരിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ് ടീച്ചേഴ്സിനോട് ഇക്കാര്യം അവതരിപ്പിച്ച് പിന്നെ സ്കൂളിൽ ഒരു ഹെൽത്ത് ചെക്കപ്പ് വന്നപ്പോൾ തൊട്ടടുത്ത് തന്നെ ഫ്രണ്ട് എന്ന് പറയുന്നത് നന്നായി പഠിക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാണ്. ടീച്ചറുടെ മോള് തന്നെയാണ് ആ സ്കൂളിലത്തെ. അപ്പോൾ ഞാൻ എൻ്റെ മാമിയും ടീച്ചറായിരുന്നു ആ സ്കൂളിൽ. പക്ഷേ ഈ ഒരു ഇഷ്യൂ ആർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവള് ബോർഡിൽ എഴുതുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ഒന്നും ഞാൻ നോക്കി എഴുതില്ല, കാരണം അവൾ പഠിച്ചിട്ട് വരുന്നതാണ്. പക്ഷെ ക്വസ്റ്റ്യൻ കണ്ടാലല്ലേ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അവളുടേത് നോക്കിയിട്ടാണ് സ്ഥിരം ക്വസ്റ്റ്യൻസ് നോക്കുക, എന്നിട്ട് ഞാൻ ആൻസർ എഴുതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ആൻസർ. അപ്പൊ ഈ ഒരു കാര്യം അവൾക്ക് മനസ്സിലായി, എനിക്ക് കാണാഞ്ഞിട്ടാണ്. അപ്പൊ ഏറ്റവും ആദ്യം ഞാൻ ബാക്ക് ബെഞ്ചിലായിരുന്നു. അപ്പൊ ടീച്ചറോട് കാണാനില്ല, നമ്മുടെ ഫ്രണ്ട് ബെഞ്ചിലും ഈവൻ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നിട്ട് കൂടി എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ബോർഡിലുള്ളത്. അപ്പൊ ഈ കുട്ടി ഇത് പേഴ്സണലി ക്ലാസ് ടീച്ചറോട് ഇൻഫോം ചെയ്തു. എന്നിട്ട് ക്ലാസ് ടീച്ചർ അത് എൻ്റെ പാരൻസിനോട് ഇൻഫോം ചെയ്തു. അതുപോലെ തന്നെ ആ ടൈമിൽ തന്നെ ഇവിടെ സ്കൂളിലൊരു ഹെൽത്ത് ചെക്കപ്പ് വന്നായിരുന്നു. അപ്പോൾ ഇതുപോലെ ചെയ്തപ്പോൾ നല്ല കാഴ്ചക്കുറവുണ്ട്. ഇപ്പോൾ നല്ല ഷോർട്ട് സൈറ്റ് ആയിരുന്നു. തീർത്തും -6 ഒക്കെയാണ് എൻ്റെ സ്പെക്സിന്റെ പവർ ആയിരുന്നത്. അത് സ്പെക്സ് കിട്ടിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്താ പറയുക, പറയാൻ പറ്റില്ല, അത്രയും സന്തോഷമായിരുന്നു. കാരണം എനിക്ക് എല്ലാം കാണും. കണ്ണാട വെച്ചതിന് ശേഷമാണ് എനിക്ക് സത്യമായിട്ട്, നമുക്ക് പഠിക്കാൻ ഇഷ്ടമുണ്ട്, അറിവുണ്ട്, പക്ഷെ ബോർഡിൽ എഴുതുന്നത് കാണാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ടീച്ചർ പറയുന്നതെല്ലാം നമുക്ക് നമ്മുടെ കയ്യിൽ നോട്ട് ചെയ്യാം, പഠിക്കാം, ക്ലാസ് വീട്ടിൽ വന്നിരുന്ന് പഠിക്കാം. പക്ഷെ ബോർഡിൽ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനില്ല. ലാസ്റ്റ് ബെഞ്ചിലാണെങ്കിൽ പറയും വേണ്ട, ഫസ്റ്റ് ബെഞ്ചിലാവുമ്പോൾ നമുക്ക് എന്നിട്ടും കാണാൻ പറ്റാത്ത ഒരവസ്ഥ. അപ്പോൾ അത് ശരിക്കും ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ സ്കൂളിൽ ചെക്കപ്പ് ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷെ അതിങ്ങനെ നീണ്ടുപോയ എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഒരു 20th ഏജ് വരെ ഞാൻ ഇതേ പവറുള്ള ക്ലാസ് തന്നെ ഇയർലി ചെക്കപ്പ് ചെയ്യണം. നമ്മൾ ഒരു തൃശ്ശൂർ ചന്ദ്രമതി ഹോസ്പിറ്റലിലായിരുന്നു, വീട് തൃശ്ശൂരാണ്. അവിടെ നമ്മൾ ഒരു 6 months കൂടുമ്പോൾ അല്ലെങ്കിൽ 1 year കൂടുമ്പോൾ ഈ ചെക്കപ്പ് ഒക്കെ ചെയ്ത് സ്പെക്സിന്റെ ഗ്ലാസിന്റെ പവറൊക്കെ മാറ്റി അങ്ങനെ ചെയ്തൊരു
20th ഏജ് വരെ ഇങ്ങനെ ചെയ്ത് ഞാൻ പിന്നീട് ഒരു കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ പോയിട്ട് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്ത് ഇപ്പൊ സ്പെക്സ് യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ എനിക്ക് സാധാരണ കുട്ടികളെ പോലെ ബോർഡിലുള്ളത് കാണാം, വായിക്കാം. എൻ്റെ അക്കാദമിക്കിലൊക്കെ നല്ല പെർഫോം ചെയ്യാൻ എനിക്ക് സാധിച്ചു. ശരിക്കും ഈ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് എൻ്റെ പഴയ എക്സ്പീരിയൻസിലൂടെ ഞാൻ കടന്നുപോയി. വളരെയധികം ബുദ്ധിമുട്ടിയായിരുന്നു, കാണാൻ പറ്റാതെ. ആരോട് പറയും, എങ്ങനെ പറയും, എന്താ പറയാ, ആർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു 4th സ്റ്റാൻഡേർഡ് മുതൽ ഒരു 20th ഏജ് വരെ ഞാൻ സ്പെക്സ് വെച്ചായിരുന്നു. പിന്നീട് ട്രീറ്റ്മെന്റ് വഴി ഇപ്പൊ സ്പെക്സ് യൂസ് ചെയ്യുന്നില്ല. ഇത് അവർ പറഞ്ഞത് ജനറ്റിക്കലി ചെറിയൊരു പ്രോബ്ലം ഉണ്ടാവും, പക്ഷെ എൻ്റെ വീട്ടിൽ ആരും വെച്ചായിരുന്നില്ല. പക്ഷെ എൻ്റെ അനിയത്തി ഇതിന് ശേഷം സ്പെക്സ് യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷെ ആൾക്ക് അത്ര കാഴ്ചപരിമിതി ഇല്ല, ചെറിയ പോയിന്റുള്ള പ്രശ്നമാണ്. പക്ഷെ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതൊക്കെ ഒന്ന് ഓർത്തു പോയതാണ്, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതാണ്. താങ്ക് യു മിസ്. അപ്പൊ ആ കുട്ടിയാണ് ആ ഒരു കുട്ടിയുടെ എന്താ പറയാ കാഴ്ചശക്തി കുറവാണെന്നുള്ളത് കണ്ടുപിടിച്ചതും എന്താ പറയാ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തതൊക്കെ ആ ഒരു ഫ്രണ്ടായിരുന്നു. നമ്മള് ടീച്ചർമാരായിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ടീച്ചർമാരൊക്കെ ആയിട്ട് ഓരോ സ്കൂളുകളൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടോന്ന് കണ്ടെത്തണം. അല്ലാണ്ട് ആ കുട്ടി എഴുതണില്ല എന്നൊക്കെ പറഞ്ഞ ഒരിക്കലും അവരെന്ത് ചെയ്ത് പുറത്ത് നിർത്തുക, അല്ലെങ്കിൽ അവരും മറ്റുള്ളവരെ ചീത്ത കളയില്ല. എന്താണ് അവരുടെ പ്രശ്നങ്ങൾ എന്ന് കണ്ടെത്തി ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും കുട്ടികൾക്ക്, എന്ത് പ്രശ്നമാണെന്നത് ഐഡന്റിഫൈ ചെയ്യേണ്ട ഡ്യൂട്ടി ആദ്യമായിട്ട് നമ്മൾ ഓരോരുത്തരുടെയും. ഓക്കെ അല്ലേ? ഇനി ആരെ പറയണത് ഇതിനെ കുറിച്ച്? മാം എന്റെ മകനുണ്ടായിരുന്നു ഇതുപോലെ ഒരു എക്സ്പീരിയൻസ്. പറഞ്ഞോട്ടെടാ. പിന്നെ അവൻ ഇതുപോലെ ചെറുപ്പത്തില് ടി വി എല്ലാം മുന്നിൽ പോയി കാണും, പക്ഷെ നമ്മളിൽ ഇതാരും ഇത് വെക്കാത്തോണ്ട് ആ ഒരു ചിന്തിച്ചതേ ഇല്ല. പിന്നെ അങ്ങനെ ആ കൊറോണ കാലത്താണ് പിന്നെ മനസ്സിലായത് അവന് കാണാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഫോണെല്ലാം നോക്കി പഠിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ പോയി ചെക്കപ്പ് ചെയ്ത് നോക്കുമ്പോൾ സമയം ജന്മനാ കുട്ടിക്ക് കണ്ണിന് ചെറിയൊരു ഇതുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ 4 വർഷമായിട്ട് കണ്ണട വെക്കുന്നുണ്ട്. മാക്സിമം അതേപോലെ തന്നെ കുട്ടികൾക്ക് ഫോണില് മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കുക. ചെറിയ കുട്ടികൾക്ക് ഇപ്പൊ മിക്ക പാരന്റ്സും ചെയ്യുന്നുണ്ട്, ഞാനടക്കം ചെയ്യാറുണ്ട്. പിള്ളേർ മിണ്ടാണ്ടിരിക്കട്ടെ, വാശി പിടിക്കല്ലേ വിചാരിച്ച് ഫോൺ കൊടുക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം അവർ കൊടുക്കാതിരിക്കാൻ നോക്കും. പിന്നെ കുറെ നാളായിട്ട് കൊടുക്കുക, കാരണം വാശി പിടിച്ച് കരഞ്ഞാൽ ഫോൺ കൊടുക്കുക. കാരണം എന്താണ്, അത് വേണ്ടവർക്ക് അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ മാക്സിമം നമ്മൾ പാരന്റ്സ് എന്ത് ചെയ്യാം, ഫോൺ കൊടുക്കാതിരിക്കാനായിട്ട് നോക്കുക. ഈ ഫോണിൽ കുറെ നേരം നോക്കുമ്പോൾ ഞാൻ അടുത്ത് പിടിച്ചിടും. ടി വി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അകൽച്ച ഉണ്ടാവും. ഈ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് ചെറുപ്പത്തിലെ കാഴ്ച കുറവുകൾ റിപ്പോർട്ട് ചെയ്യണില്ല. ഇപ്പൊ ഒരു ഏജ് ചെറിയ പിള്ളേർക്ക് തന്നെ കാഴ്ചക്കുറവുകൾ മെയിൻ ആയിട്ടുള്ളത് ഫോൺ യൂസ് ചെയ്യണത്. അതേപോലെ ടിവിയുടെ അടുത്ത് പോയിട്ട് കാണരുതെന്ന് വാൺ ചെയ്യാം. മാക്സിമം എന്തെങ്കിലും പ്രശ്നമുണ്ട്, കാഴ്ച കുറവാണോ എന്നൊക്കെ നമ്മളോട് പിള്ളേരോട് എന്ത് ചെയ്യാം, നോക്കാം. നമ്മളുടെ പിള്ളേരായാലും അത് ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ ടൈം കണ്ടെത്താം. അതേപോലെ എന്തെങ്കിലും കാര്യങ്ങളാണ് കണ്ണിന് ദോഷകരം എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യാതിരിക്കാം. ഓക്കെ, ടൈം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നില്ലേ, ആരൊക്കെയാണ് പ്രിപ്പയർ ചെയ്തൊന്ന് മെസ്സേജ് അയക്കും. പേര് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കാം. ആക്ടിവിറ്റി വീണ്ടും മാറ്റി വെക്കേണ്ടതായിട്ട് വരും. വൃന്ദ അല്ലെ? ഓക്കെ, വൃന്ദ എന്നല്ലേ പേര്? പേര് പറഞ്ഞിട്ട് അവതരിപ്പിച്ചോട്ടോ ആദ്യം മെസ്സേജ് ആള്. എന്റെ പേര് വൃന്ദ. ഓക്കെ, പറഞ്ഞോടാ. ഗുഡ് ഹാബിറ്റ്സിനെ കുറിച്ചാണ്, സോങ് ആണ്. Early to bed, early to rise, wish good morning, wish good night. Follow good habits, be a good child. Follow good habits, be a good child. Bath every day, brush your teeth, comb your hair and cut your nails. Bath every day, brush your teeth, comb your hair and cut your nails. Follow good habits, be a good child. Follow good habits, be a good child. Wash your hands before and after your meal. Wash your hands before and after your meal. Fight with germs and keep yourself clean. Fight with germs and keep yourself clean. Follow good habits, be a good child. Follow good habits, be a good child. നന്നായിട്ട് അവതരിപ്പിച്ചു കേട്ടാ. പേടിയൊന്നുമില്ല ആർക്കും, കാരണം വീഡിയോ ഓൺ ചെയ്ത് ഇത്രയും പേരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്നുള്ള പേടിയൊന്നുമില്ല. അങ്ങനെ ഇരിക്കണം കുട്ടികള്. ഓക്കെ,
സന കേട്ടോ. സന ഇല്ലേ അടുത്ത? സന. അത് ഗുഡ് ആഫ്റ്റർനൂൺ. മൈ നെയിം ഇസ് സന ഫാത്തിമ. സെയിം ആട്ടോ, നേരത്തെ ഒരാൾ ചെയ്തത് തന്നെയാണ്. Follow good habits, be a good child. Follow good habits, be a good child. Early to bed, early to rise. Wish good morning, wish good night. Follow good habits, be a good child. Follow good habits, be a good child. Bath every day, brush your teeth, comb your hair and cut your nails. Follow good habits, be a good child. Follow good habits, be a good child. Go wash your hands before after meal. Fight with germs and keep self clean. Follow good habits, be a good child. Follow good habits, be a good child. Thank you. വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു കേട്ടോ. ഓക്കെ. Thank you. സെയിം സോങ് ആണ് ഓരോരുത്തർ അവതരിപ്പിക്കണമെങ്കിലും ഓരോരുത്തരുടെ പ്രസന്റേഷൻ വ്യത്യസ്തം ഉണ്ടാവും. അപ്പൊ അത് കുഴപ്പമില്ല, സെയിം ഒക്കെ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇത് ശരണ്യ കേട്ടാ. ശരണ്യ. യെസ് മാം, സെയിം ആണല്ലോ, കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, പ്രസന്റേഷൻ ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? കാണുന്നുണ്ടോ? കാണാം. Hi children, today we are going to learn about healthy habits. So let us start. Early to bed, early to rise. Wish good morning, wish good night. Follow good habits, be a good child. Follow good habits, be a good child. Bath every day, brush every day. Bath every day, brush every day. Comb your nails, comb your hair, cut your nails. Comb your hair, cut your nails. Go wash your hands before and after meal. Go wash your hands before and after meal. Fight with germs, keep yourself clean. Fight with germs, keep yourself clean. Follow good habits, be a good child. Follow good habits, be a good child. Thank you, ma'am. നന്നായിട്ട് അവതരിപ്പിച്ചു കേട്ടാ ശരണ്യ. Thank you. ഓക്കെ. ശരണ്യ. പിങ്കി. പിങ്കി. യെസ് മാം. ഓക്കെ. സെയിം സോങ് തന്നെയാണ്. ഓക്കെ. Good afternoon all. Today we will study about good habits through a beautiful song. Are you ready? Early to bed, early to rise. Wish good morning, wish good night. Follow good habits, be a good child. Follow good habits, be a good child. Bath every day, brush your teeth, comb your hair and cut your nails. Follow good habits, be a good child. Follow good habits, be a good child. Go wash your hands before and after meal. Fight with germs and keep yourself clean. Follow good habits, be a good child. Follow good habits, be a good child. So children, if you follow these good habits in your life, daily life, you will become more stronger, smarter and healthier. Thank you. നന്നായിരുന്നു കേട്ടോ പിങ്കി. അടുത്ത ദീപിക. Yes, ma'am. Good afternoon, kids. How are you? Do you have white teeth? Show me. Okay, so now we will learn how to brush your teeth.
We should brush our teeth twice a day. So let's hear the song. Brush, brush, brush your teeth. Brush your teeth twice. Up you brush, down you brush. Brush your teeth twice. When you wake up in the morning, brush your teeth right away. Twice time you brush, 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 brush. Brushing your teeth will keep your teeth healthy and strong. Brush, brush, brush your teeth. Brush your teeth twice. Up you brush, down you brush. Brush your teeth twice. Before you go to sleep, brush again, brush again. This will keep your healthy teeth. So, children, you should brush your teeth twice a day. This will make your teeth very healthy and white. Thank you, ma'am. നന്നായിരുന്നു കേട്ടാ. ഞാൻ മ്യൂട്ട് ഓഫ് ചെയ്യാൻ പോലും മറന്നുപോയി വീഡിയോ കണ്ടിട്ട്. ഓക്കെ, നല്ല രീതിയിൽ അവതരിപ്പിച്ച് ദീപിക. Thank you. ജ്യോതിഷ അല്ലെ? ജ്യോതിഷ അതെ. അവതരിപ്പിച്ചു കേടാ. നേരത്തെ പാടി സെയിം പാട്ട് തന്നെയാണ്, കുഴപ്പമില്ലല്ലോ. Early to bed, early to rise. Wish good morning, wish good night. Follow good habit, be a good child. Follow good habit, be a good child. Bath every day, brush your teeth, comb your hair, cut your nails. Follow good habit, be a good child. Follow good habit, be a good child. Go wash your hands before after you meet. Go wash your hands before after you meet. Wipe with germs and keep yourself clean. നന്നായിരുന്നു കേടാ. വിജീഷ ഓക്കെ. ആരാ? മിസ്സേ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യൂസ് ചെയ്തോട്ടാ. വിജീഷ പറഞ്ഞോട്ടാടാ. Early to bed, early to rise. Wish good morning, wish good night. Follow good habits, be a good child. Bath every day, brush your teeth, comb your hairs and cut your nails. Follow good habits, be a good child. Go wash your hands before and after your meal. Fight with germs and keep yourself clean. Follow good habits. Be a good child. Follow good habits. Be a good child. Thank you, ma'am. ഓക്കെ, നൈസ് ആയിരുന്നു കേട്ടാ. നന്നായിരുന്നു. അടുത്ത ആരാണ്? ഇനി കൂടി ചാൻസേ ഉള്ളൂ, ടൈം തീരാറായിട്ടുണ്ട്. പറഞ്ഞോടാ, പറഞ്ഞിട്ട് ഫർസാനില്ലായിരുന്നു. കുഴപ്പമില്ല, പറഞ്ഞോടാ. അടുത്ത ക്ലാസ്സിൽ ബാക്കി നമുക്ക് കൊടുക്കാട്ടെ, ബാക്കിയുള്ളവർക്ക് അവസരം. പറഞ്ഞോട്ടാ. Hi, good afternoon. Today I am going to sing a song about healthy food and junk food. Healthy food, who are you? I am the one that is good for you. I made you grow tall and strong and give you energy all day long. Healthy food. മിസ്സേ കാണുന്നുണ്ടോ? ഫസ്റ്റ് നീക്കുക കേട്ടോ, കാണാൻ ക്ലിയർ ആവണ്ട. ഓക്കെ, ഫൈൻ. ഓക്കെ. Healthy food, who are you?
I am the one that is good for you. I make you grow tall and strong and give you energy all day long. Junk food, who are you? I am the one that is bad for you. I made you weak and very sick. You become lazy and no more cute. പക്ഷെ പ്രോപ്പർട്ടീസ് ഉണ്ടായിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല, നന്നായിട്ട് അവതരിപ്പിച്ചു. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് അടുത്ത ക്ലാസ് നമ്മൾ എന്തായാലും ചാപ്റ്റർ തീരുന്നേക്കാളും മുമ്പ് എന്തായാലും ഗുഡ് ഹാബിറ്റ്സിന്റെ ആക്ടിവിറ്റി ഫുൾ ആയിട്ട് കവർ ചെയ്യണമായിരിക്കും കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ അവതരിപ്പിക്കാത്തൊരു മെസ്സേജ് എത്താൻ മതി, ഞാൻ വിളിച്ചോളാം കേട്ടോ. ആക്ഷൻ സോങ് ആയിട്ടാലും കുഴപ്പമൊന്നുമില്ല. അക്സ അവതരിപ്പിച്ചാണോ ഗുഡ് ഹാബിറ്റിനെ കുറിച്ച്? താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am.